ആദർശമോനെ നേരം വിളിക്കുമ്പോ എങ്ങോട്ടാ പോണ്? ലൈബ്രറി പോണ ചേച്ചിയെ. കാലം മാറിയത് അറിഞ്ഞില്ലടാ ആദർശ. ഇന്റർനെറ്റിന്റെ ഒക്കെ കാലല്ലടാ അത്. ഞങ്ങൾ 90 കിഡ്സും ഈ കാലത്ത് ലൈബ്രറി പോണവരുണ്ട്. ശരി ചേച്ചേ, ഞാനെന്നാ പോട്ടെ. ശരിടാ മോനെ. ഓക്കെ ശരി. ഇന്നെന്താ നേരത്തെ പോവാണോ? അതെ, എന്റെ ബന്ധുരാള് മരിച്ചേ, അതുകൊണ്ട് പെട്ടെന്ന് പൂട്ടിയതാ. ഞാനേ കുറച്ച് ദൂരത്തുനിന്ന് വരണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? പുസ്തകം എനിക്ക് ഇപ്പൊ എടുത്തരാൻ പറ്റില്ല. നിങ്ങളുടെ വീട് എനിക്ക് അറിയണതല്ല. നമ്മുടെ അറിയുന്ന ഒരാളെ കൊടുത്തുവിടാം. ശരിട്ടാ. ഓക്കെ ശരി, കാണാം. നിർത്തടുത്ത് നോക്കിക്ക, ദേ ആദർശ് പോണു. നീ ഒരു ബുക്ക് അന്വേഷിച്ചിട്ട് ആ വിനീന്റെ അടുത്ത് വായനശാല പോയിട്ടില്ലേ? അവന്റെ ബുക്ക് വെച്ചിട്ട് ഇന്നലെ കാവിലെ പൂരം. നീ വൈകിട്ട് അവിടെ ഉണ്ടാവില്ലേ? ശരി ശരി, ഓക്കെ. ഇതാളോ ഇനി സ്ഥലമാണല്ലോ. ഇനി ഇവിടെ ഇരുന്ന് വായിച്ചിട്ട് പോവാം. എന്തടിയാടോ അടിക്കണേ? ഡാ മോനെ, നീ ഇതൊന്നും കഴിക്കാറില്ലല്ലോ. ഞാനിതൊന്നും കഴിക്കൊന്നുമില്ല. ഡാ മോനെ, നീ ഇതൊന്നും തൊടാതിരിക്കണ ഏറ്റവും നല്ലത്. ഇത് തൊട്ട് കഴിഞ്ഞ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ പറ്റില്ല. ചേട്ടൻ എന്നെ അടിച്ച പഴയ കഥകളൊക്കെ പറയണതാണല്ലോ. കഴിഞ്ഞ ദിവസം നിനക്ക് ഞാൻ പോക്കുവരവിൻ്റെ കാര്യം പറഞ്ഞു തന്നില്ലേ? എന്നാ പിന്നെ അങ്ങനത്തെ കഥ ഉണ്ടെങ്കിൽ പറയേ, കേൾക്കട്ടെ. നിനക്ക് മാടൻ എങ്ങനെ ചങ്ങലമാടൻ എന്നായതറിയോ? പണ്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്ന ആളുകളെ മാടൻ വഴി തെറ്റിച്ചു വിടുകയും അവരെ ഭീകരമായി ഭയപ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. മാടൻ്റെ രൂപം എന്നാൽ മനുഷ്യൻ്റെ ഉടലും മൃഗത്തിൻ്റെ തലയുമാണ്. സഹികെട്ട അവിടുത്തെ ആളുകൾ ഒടുവിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ മന്ത്രവാദിയായ ദാരികനെ ചെന്നു കാണുകയും അവരുടെ അവസ്ഥ പറയുകയും ഉണ്ടായി. മനുഷ്യന്റെ ഉടലും മൃഗത്തിന്റെ തലയുമുള്ള മാടാന്റെ നേറിയിട്ട പ്രവൃത്തികൾ മനുഷ്യരിൽ ഭയവും മരണവും വിതയ്ക്കുന്നു. എല്ലാത്തിനും പരിഹാരമായി നിന്നെ ഞാൻ ചങ്ങലയിൽ ബന്ധിക്കുന്നു. വർഷത്തിൽ തയ്യമാവാസ ദിനത്തിൽ മാത്രമേ നിനക്ക് മോചിതനാവാൻ സാധിക്കൂ. ഇനി മുതൽ നീ ചങ്ങലമാടൻ എന്നറിയപ്പെടും. എന്നാൽ പൂർണ്ണമായും തളയ്ക്കുവാൻ ആ മന്ത്രവാദിക്കായില്ല. വർഷത്തിലൊരിക്കൽ ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്ന ചങ്ങലമാടൻ ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്നു. ആരാണ് ഈ നേരത്ത് കാവിലേക്ക് പോകുന്നത്? വഴി തെറ്റി വന്നതാ. ഇത് കാവിലേക്കുള്ള വഴിയാണ് കുട്ടി, നിനക്ക് പോണ്ടത് ആ വഴിക്കാണ്.
രാത്രിയായാ? സമയം പോയത് അറിഞ്ഞില്ലല്ലോ. ഇനി വേഗം വീട്ടിലേക്ക് എത്താം.